ചേർത്തല അക്ഷരജാല കലാസാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ മോഹനൻ ചെട്ടിയാർ അനുസ്മരണവും സ്മൃതി പുരസ്കാര സമർപ്പണവും നടത്തി. ചേർത്തല അക്ഷരജാല കലാസാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ രണ്ടാമത് മോഹനൻ ചെട്ടിയാർ അനുസ്മരണവും സ്മൃതി പുരസ്കാര സമർപ്പണവും ധനസഹായ വിതരണവും നടത്തി. പ്രശസ്ത സാഹിത്യകാരൻ ഷാജി മഞ്ചരി ഉദ്ഘാടനം ചെയ്തു. അക്ഷരജാല പ്രസിഡന്റ് ശർമിള സെൽവരാജ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി PS സുഗന്ധപ്പൻ സ്വാഗതം പറഞ്ഞു. സാഹിത്യകാരൻ കാവാലം മാധവൻകുട്ടി മുഖ്യാതിഥിയായി. പ്രഭാഷകൻ സർജു കളവങ്കോടം മുഖ്യപ്രഭാഷണം നടത്തി. ചേർത്തല മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷേർലി ഭാർഗവൻ സഹായനിധി വിതരണം നിർവഹിച്ചു. പ്രശസ്ത സംഗീതജ്ഞ ഡോക്ടർ L ശ്രീരഞ്ജനിക്കാണ് ഇത്തവണത്തെ സ്മൃതി പുരസ്കാരം ലഭിച്ചത്. കവിയും ഗാനരചയിതാവുമായ പൂച്ചാക്കൽ ഷാഹുൽ മോഹനൻ ചെട്ടിയാർ സ്മൃതി പുരസ്കാര സമർപ്പണം നിർവഹിച്ചു. ചേർത്തല നഗരസഭാ കൺവീനർ അജി ചേർത്തല, പ്രൊഫസർ തോമസ് പുളിക്കൻ, TV ഹരികുമാർ, എലിസബത്ത് സൗമൽ, ലീന രാജു പുതിയാട്ട്, ഗീത തുറവൂർ, ഓമന തിരുവിഴ എന്നിവർ സംസാരിച്ചു. ഒരു കാലഘട്ടത്തിൽ കേരളത്തിലെ ധാരാളം കവികൾ, ധാരാളം സാഹിത്യകാരന്മാർ മരണത്തെക്കുറിച്ച് പാടി നടന്ന ഒരു കാലമുണ്ടായി. കാലമെത്താതെ അകാല ചരമമടഞ്ഞ ചങ്ങമ്പുഴയും കാലമെത്താതെ അകാല ചരമമടഞ്ഞ ഇടപ്പള്ളിയുമൊക്കെ മരണ ഉപാസകന്മാർ എന്നാണ് അറിയപ്പെട്ടത്. അപ്പൊ അവിടെയാണ് ജീവിതത്തിന്റെ നിരർത്ഥകത എന്താണെന്ന് മനസ്സിലാക്കാതെ താൻ ആരൊക്കെയോ ആണ് എന്ന് കരുതി അഹങ്കാരത്തിന്റെ മേൽക്കൂര പൊളിച്ച് ആകാശമുട്ട ഉയർന്നു നിൽക്കുകയാണെന്ന് നമ്മൾ വിചാരിക്കുന്ന ആ ആളുകളെ നിരത്തേക്ക് ഇറക്കി നിർത്തുന്ന അത്ഭുത പ്രതിഭാസം കൂടെയാണ് ചില ആളുകളുടെ കാര്യം. ഉദകപ്പോള പോലെയാണ് ജനനം, എഴുത്തച്ഛൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ പൂന്താനവും പാടിയിട്ടുണ്ട്. മരണത്തിന്റെ നിരർത്ഥകത, വെള്ളത്തിലെ തുള്ളികൾ കണക്ക്, ഗുണകൾ കണക്കാണ് മനുഷ്യന്റെ ജീവിതം. ആ മനുഷ്യ ജീവിതത്തിന്റെ നിരർത്ഥകത മനസ്സിലാക്കാതെ താൻ ലോകത്തില് ഏറ്റവും സമ്പന്നനാണ്, താൻ ലോകത്തിൽ ഏറ്റവും ഭംഗിയുള്ളവനാണ്, താൻ ലോകത്തിൽ ഏറ്റവും നന്നായിട്ട് സാഹിത്യം എഴുതുന്നവനാണ്, താൻ മറ്റുള്ളവരോട് ഏറ്റവും മനോഹരമായിട്ട് സംസാരിക്കുന്നവനാണ് എന്ന് കരുതി അഹങ്കാരത്തിന്റെ മേൽക്കൂരയിൽ അഹംഭാവത്തിന്റെ ഭാവത്തിൽ സഞ്ചരിക്കുന്ന ആളുകളുടെ ഇടയിലൂടെയാണ് നമ്മൾ മോഹനൻ ചെട്ടിയാർ എന്ന ആ മനുഷ്യ സ്നേഹിയെ വായിക്കേണ്ടത്. ഞാൻ അദ്ദേഹമായിട്ടുള്ള പരിചയം തുടങ്ങുന്നത് ഒരു 10 വർഷം മുമ്പാണ്. ആ 10 വർഷം മുമ്പുള്ള പരിചയത്തിൽ അദ്ദേഹം എന്നെ ആദ്യം കണ്ടപ്പോൾ പറഞ്ഞത്, സാറിനെ കണ്ടാൽ ഒരു അഹങ്കാരിയാണ്